CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഇരുമ്പ് കമ്പികൾ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ക്രെയിൻ മറിഞ്ഞു. സംഭവം കുന്നംകുളം നഗരസഭ ഓഫീസിനടുത്തുള്ള വൺവേയിൽ താലൂക്ക് ആശുപത്രി പരിസരത്ത് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തികൾക്കായി കൊണ്ടുവന്ന ഇരുമ്പ് കമ്പികൾ ഇറക്കുന്നതിനിടെയാണ് അപകടം. വലിയ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. തേങ്ങയെടുക്കാൻ തോട്ടിലിറങ്ങി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ഗുരുവായൂർ ഇരിങ്ങപ്പുറം പീച്ചിലി വീട്ടിൽ 46 വയസ്സുള്ള ബിജു. മൃതദേഹം കണ്ടെത്തിയത് ചൊവ്വലൂർ പടി പാലത്തിനടിയിൽ വെച്ച്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലിയും വേതനം നൽകണമെന്നാവശ്യപ്പെട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ അണ്ടർ-19 ടീമിൽ പുന്നിരക്കുളം സ്വദേശി ഇടം പിടിച്ചു. ബാറ്റിംഗ് ഓൾറൗണ്ടറായ പുന്നിരക്കുളം പരൂർ മുഹമ്മദ് ഇനാനാണ് ഇന്ത്യൻ ടീമിൽ ഇടം നേടി നാടിന് അഭിമാനമായത്. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതിക്കെതിരെ സമൂഹം പ്രതികരിക്കണമെന്ന് പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ടുനേർച്ചയുടെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ കരിക്കാട് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിൽ ഇടിച്ചുമറിഞ്ഞ് അപകടത്തിൽ കാറിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്ക്. അക്ഷരശ്ലോക കാവ്യകേളി കലയിലേർപ്പെട്ടിരിക്കുന്നവരുടെ സംഘടനയായ അക്ഷരകേളിയുടെ 2ാമത് പുരസ്കാരം കവിയും അക്ഷരശ്ലോക വിശാരദനുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണന് 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം നവംബറിൽ എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും. തൃശൂർ സഹോദയ കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്ന CBSE വിദ്യാലയങ്ങളുടെ അത്ലറ്റിക് മീറ്റിന് മുന്നോടിയായി നഗരത്തിൽ നടത്തിയ റോഡ് ഷോ വർണ്ണാഭം. മരത്തങ്കോട് പഞ്ചായത്ത് വ്യവസായ കേന്ദ്രം കെട്ടിടത്തിനോട് ചേർന്ന് ഇടിഞ്ഞു താഴ്ന്ന കിണർ ജിയോളജി വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ സംഘം സമീപത്തെ വീട്ടുകാരോട് താൽക്കാലികമായി ബന്ധുവീടുകളിലേക്ക് മാറി നിൽക്കാൻ അഭ്യർത്ഥിച്ചു. പുന്നൂർക്കുളത്തെ സ്വകാര്യ റിസോർട്ടിൽ മാലിന്യ സംസ്കരണം നടക്കുന്നില്ലെന്ന് പരാതി. പഞ്ചായത്തിനും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച സമരം സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികളുടെ കൂട്ടായ്മ. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിന് സമീപം പാർക്ക് ചെയ്ത ബൈക്കിന്റെ ഹെൽമറ്റ് മോഷ്ടിച്ചു. പോലീസിൽ പരാതി നൽകി. പുന്നൂർ പഞ്ചായത്തിലെ PWD റോഡുകൾ BMBC നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. വയനാടിനായി പുത്തൻകടപ്പുറം HLP സ്കൂളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച 10,049 രൂപ ചാവക്കാട് താലൂക്ക് തഹസിൽദാർ TK ഷാജിക്ക് കൈമാറി. പ്രവാചകൻ പ്രകൃതവും സ്വഭാവവും എന്ന പ്രമേയത്തിൽ നടക്കാനിരിക്കുന്ന നബിദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് പന്നിത്തടം ലിവ ഉൽ ഇസ്ലാം മദ്രസയിൽ നടക്കുന്ന ആർട്സ് ഫെസ്റ്റിന്റെ ലോഗോയും ജഹാനെ ഫുനുൻ തലക്കെട്ടിന്റെ പ്രകാശനവും നടന്നു. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 12 ദിവസമായി നടന്നു വന്നിരുന്ന അങ്കൂലിയാങ്കം കൂത്ത് സമാപിച്ചു. കലാമണ്ഡലം സംഗീത ചാക്യാരും സംഘവുമാണ് കൂത്ത് അവതരിപ്പിച്ചത്. വെള്ളിത്തിരുത്തിൽ ബ്ലൂമിംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവം ക്രസൻഡോ ഫെസ്റ്റ് 2024 ആരംഭിച്ചു. പ്രശസ്ത ഗാനരചയിതാവ് അർഷാദ് K റഹീം യുവജനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്കൂട്ടർ വഴിപാടായി ലഭിച്ചു. TVS കമ്പനിയാണ് പുതുതായി പുറത്തിറക്കിയ ജൂപ്പിറ്റർ ഹൈബ്രിഡ് മോഡൽ സ്കൂട്ടർ വഴിപാടായി സമർപ്പിച്ചത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിലെ വിശുദ്ധ ദേവമാതാവിന്റെ ജനന പെരുന്നാൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെ ആഘോഷിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഫിലോസഫി പരീക്ഷയിൽ 1ാം റാങ്ക് സ്വന്തമാക്കിയ ചാലിശ്ശേരി പറമ്പിൽ പീടികയിൽ ഫാത്തിമത്ത് അൻസിയയെ മികവ് കൂട്ടായ്മ ആദരിച്ചു. ചിറക്കൽ ഐഡിയൽ ജനറേഷൻ ഇംഗ്ലീഷ് സ്കൂളിന്റെ മെറിറ്റ് ഡേ ആഘോഷങ്ങൾ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.